ദൈവമേ, അങ്ങനെ അദൃശ്യമായ ശക്തിയുടെ പ്രവർത്തനം മൂലം കൂദാശകർമ്മങ്ങൾ അത്ഭുതകരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ജ്ഞാനസ്നാന ജലത്തിലുളവാകുന്ന പ്രസാദപരത്തെ അങ്ങ് സ്വന്തം സൃഷ്ടിയായ ജലം വഴി ബഹുവിധത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങയുടെ ചൈതന്യം ജലത്തിന് മീതെ വ്യാപിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധീകരണ ശക്തി തന്നെ ജലത്താൽ നിക്ഷിപ്തമായി. ദൈവമേ, ജലപ്രയാത്താൽ അങ്ങ് നവജന്മത്തിൽ ആദിരൂപം കാട്ടി. അങ്ങനെ ജലം പാപത്തിന്റെ അന്ത്യവും അതേസമയം പുണ്യത്തിന്റെ ആരംഭവുമായി അങ്ങ് മാറ്റി. ദൈവമേ, അബ്രഹാത്തിന്റെ സന്തതികളെ ചെങ്കടലിലൂടെ കാൽ നനയാതെ മറുകര കടക്കുവാൻ അങ്ങ് സഹായിച്ചു. അങ്ങനെ ഫറവോന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തരായ ഇസ്രായേൽ ജനം ജ്ഞാനസ്നാനം സ്വീകരിച്ച ജൈവദിനത്തിന്റെ പ്രതിരൂപമായിരിക്കും അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ദൈവമേ, അങ്ങനെ തിരുക്കുമാരൻ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനാൽ അഭിഷക്തനായി അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കവേ അവിടുന്ന് പാർശ്വത്തിൽ നിന്നും രക്തവും ജലവും ഒഴുക്കുവാൻ തിരുവുളമായി. പുനരുത്ഥാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി സർവ്വജനങ്ങളെ പഠിപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. ദൈവമേ, അങ്ങനെ തിരുസഭയെ തൃക്കൻ പാർക്കണമേ. സഭയിൽ നിന്നും ജ്ഞാനസ്നാന നീരുറവ നിർഗളിക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ ജലത്തെ അങ്ങേ പ്രസാദപരങ്ങളോട് അങ്ങ് നിറയ്ക്കണമേ. സ്വന്തം ഛായയിൽ അങ്ങ് സൃഷ്ടിച്ച മനുഷ്യനെ ജന്മപാപത്തിന്റെ മാലിന്യങ്ങൾ കഴുകി ശുദ്ധമാക്കി ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു നവശിശുവായി മാറുവാൻ ജന്മം നൽകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങയുടെ തിരുക്കുമാരൻ വഴി പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ നീരുറവയിൽ ഭാഗമാകട്ടെ. അതുവഴി ക്രിസ്തു ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിൽ മരിച്ചടക്കം ചെയ്യപ്പെട്ടവരെല്ലാം ക്രിസ്തുവിനോടൊന്നിച്ച് പൊതുജീവിതത്തിലേക്ക് പുനരുത്ഥാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നീരുറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നുമെന്നും കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തുവിൻ. പ്രിയ സഹോദരരെ, നാം ഇപ്പോൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തെ അനുസ്മരിപ്പിക്കുവാനായി നമ്മുടെ മേൽ തളിക്കുവാൻ പോകുന്ന ജലത്തെ ആശീർവദിക്കുന്ന ദൈവത്തോട് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. അവിടുന്ന് കാരുണ്യപൂർവ്വം നമ്മെ പുതിയ മനുഷ്യരായി മാറ്റുകയും നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ വിശ്വസ്തരായി വർദ്ധിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവമേ, പരിപാലനമായി രാത്രിയിൽ പ്രാർത്ഥനാപൂർവ്വം ജാഗരം അനുഷ്ഠിക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളെ വിസ്മയമായി സൃഷ്ടിക്കുകയും അതിലുമേലെ വിസ്മയമായി വീണ്ടെടുക്കുവാൻ അങ്ങ് തിരുവുള്ളവർ ആവുകയും ചെയ്തവല്ലോ. ഈ ദിവസങ്ങൾ കൊണ്ടാടുന്ന ഞങ്ങളുടെ ഉപയോഗത്തിനായി ഈ ജലം അങ്ങ് ആശീർവദിച്ചാലും. ഭൂമിയുടെ ഫലപുഷ്ടിക്കും ഞങ്ങളുടെ ദേഹശുദ്ധിക്കും സൗഖ്യത്തിനും വേണ്ടി അങ്ങ് ഈ ജലം സൃഷ്ടിച്ചുവല്ലോ. മാത്രമല്ല, അങ്ങയുടെ കാരുണ്യാതിരേകത്തിന്റെ നീർച്ചാലുകളായും ജലം ഉപയോഗിക്കുവാൻ അങ്ങ് തിരുമനസ്സായി. ജലം വഴിയാണല്ലോ അങ്ങനെ പ്രിയ ജനത്തെ അങ്ങ് ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചത്. മരുഭൂമിയിൽ വെച്ച് അവിടെ ദാഹം ശമിപ്പിച്ചതും ജലം കൊണ്ടാണല്ലോ. മനുഷ്യവംശവുമായി അങ്ങ് ചെയ്യുവാനിരിക്കുന്ന പുതിയ ഉടമ്പടി ജലം വഴിയാണല്ലോ പ്രവാചകന്മാർ മുഖേന അങ്ങ് വെളിപ്പെടുത്തിയത്. ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവാനാൽ പവിത്രീകൃതരായത് ജലത്താലാണല്ലോ. ഞങ്ങളുടെ മാലിന്യ പ്രകൃതിയെ ശുദ്ധീകരിച്ച് ഞങ്ങൾ പുനർജന്മം സ്ഥാപിക്കുവാൻ അങ്ങ് കനിഞ്ഞ തിരുവുള്ളമാകണമേ. ആകയാൽ ഈ ജലം ഞങ്ങൾ സ്വീകരിച്ച് ജ്ഞാനസ്നാനത്തിന്റെ സ്മാരകമായിരിക്കട്ടെ. പെസഹ മഹോത്സവത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച
പ്രിയ സഹോദരനോട് ആഹ്ലാദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളമേ. ജ്ഞാനസ്നാനവ്രത നവീകരണം. യഥാർത്ഥ തിരിച്ചറിവ് ഇല്ലാതിരുന്ന അവസ്ഥയിൽ നാം ഏറ്റെടുത്തിട്ടുള്ള ജ്ഞാനസ്നാനവ്രതം ഇപ്പോൾ പെസഹ രാവിൽ ബോധപൂർവം നവീകരിക്കാം. അത് നമുക്ക് ശക്തിയും ഉണർവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നവജീവനും പ്രദാനം ചെയ്യട്ടെ. ഈ സമയം ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ നമുക്ക് എല്ലാവർക്കും ഉറക്കെ ഉചിതമായ മറുപടികൾ ഏറ്റുപറയാം. വത്സല സഹോദരനെ, ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം വഴി ജ്ഞാനസ്നാനത്താൽ അവിടുന്ന് നമ്മോട് ഒരുമിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിത ശൈലിയിലൂടെ ചരിക്കുകയാണല്ലോ. തപസ്സാചരണം അവസാനിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജ്ഞാനസ്നാന വ്രതങ്ങൾ നമുക്കിപ്പോൾ പുതുക്കാം. ഈ വ്രത വാഗ്ദാനം വഴി നാം പിശാചിനെയും അവന്റെ ദുഷ്കർമ്മങ്ങളെ പാടെ വിട്ടുപേക്ഷിച്ച് കത്തോലിക്ക സഭയിൽ വിശ്വസ്തയോടെ ദൈവത്തിന് സേവനം അനുഷ്ഠിക്കണമെന്ന് ഒരിക്കൽ പ്രതിജ്ഞ ചെയ്തവരാണ്. ആ പ്രതിജ്ഞ നമുക്കിപ്പോൾ നവീകരിക്കാം. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ജലവും പരിശുദ്ധാത്മാവും നമുക്ക് നവജന്മം അരുളുകയും നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചവനും സർവശക്തനായ ദൈവം തന്റെ കൃപാവരത്താൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ കാത്തു പരിപാലിച്ച് നിത്യായുസ്സിലേക്ക് ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. Hallelujah.